മൈഗ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു കൃഷിക്കാരനെയും അദ്ദേഹത്തിന്റെ കൃഷികളും കാണാൻ വേണ്ടി പോയാലോ? ഈ കൃഷിക്കാരന്റെ ഒരു പ്രത്യേകത കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി പൊരുതുകയും 1990 മുതൽ 2021 വരെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് സെയ്ദാലി എന്നാണ്. ഇദ്ദേഹം പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം മുഴുവൻ സമയം കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചു. ഇപ്പൊ എത്ര കൊല്ലായി കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട്? കൃഷിയിലേക്ക് ഏകദേശം 4 വർഷമായി കൃഷിയിൽ ഇറങ്ങി തുടങ്ങിയിട്ട്. കാരണം ഞാനൊരു ആർമി ഓഫീസർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഒരു SI റിട്ടയർഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഒരു 30 വർഷം സർവീസിലായിരുന്നു, ആർമി സർവീസിലായിരുന്നു. പിന്നെ ഒരു ചേഞ്ചിങ് നിലനിൽക്കാൻ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിൽക്കുന്ന വാഴത്തോട്ടം ഇത് ഏകദേശം 7-8 മാസമായി. ഇത് കൊല്ലവായാണ്, 12 മാസം പ്രകൃതിച്ച് വരാന്. പിന്നെ അടുത്ത് ഫർദർ കാണിക്കൽ ഞാൻ നെല്ലുണ്ട്, ഏകദേശം ഒരു 10-15 ഏക്കർ നെല്ലുണ്ട്. സ്യാങ്കണ്ടം നമ്മുടെ ഫേമസ് മാളിന്റെ ഫ്രണ്ട് പോയിക്കണ്ട റോഡ് അവിടെയാണ്. ഇത് 15 ഏക്കർ 16 ഏക്കർ ഉണ്ടാവും. അപ്പൊ ഏകദേശം ഈ വർഷം തന്നെ ഞങ്ങള് ഒരു 14-15 ടണ്ണ് നെല്ല് ഞങ്ങൾ കയറ്റി അയച്ചു. പ്ലസ് ഞാൻ ഒറ്റക്കല്ല, ഞാൻ എൻ്റെ ബ്രദർ പ്ലസ് ഒരു പാലപ്പെട്ടി അബു, പിന്നെ അങ്ങനെ 3 ആൾ കൂടിയിട്ട് എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പം മിക്സ് ആയിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ തന്നെ ഇങ്ങപ്പുറം നമ്മുടെ ചവായര് ഹെൽത്ത് സെന്റർ എടുത്ത് അവിടെ നെല്ലുണ്ട്. അതൊക്കെ പിന്നെ ഇൻഡിവിജ്വൽ ചെയ്യുന്നതാണ്. അപ്പൊ ഏകദേശം ഞങ്ങൾ ഈ വർഷം തന്നെ ഒരു 16-18 ടണ്ണ് നെല്ല് ഞങ്ങൾ തന്നെ ഇപ്പൊ കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഈ വാഴ ഏകദേശം ഒരു 10 സെന്റിലാണ് ഒരു 100 വാഴ വെച്ചിട്ടുണ്ട് ഇതില്. ഇത് കൊല്ലവായാണ്. ഇപ്പൊ കൊലച്ച് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ബാക്കിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ റോബസ്റ്റ് ഇത് കൊല്ലവായാണ് നടക്കുന്നത്. ഏകദേശം 4 വർഷമായി കൃഷി തുടങ്ങിയിട്ട്. നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും ആദ്യം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങളുടെ ഫാമിലിയിലെ എന്റെ ഫാദർ കർഷകനായിരുന്നു ആദ്യം. അവര് ചെറുപ്പത്തിലെ കർഷകനായിരുന്നു. അവരിൽ നിന്നാണ് ഞാൻ കൃഷി പഠിച്ചത്. നമ്മൾ ലീവിന് വരുന്ന സമയത്ത് 2 മാസം ലീവ് ഉണ്ടാവും. അപ്പൊ അവർ എന്റെ കൂടെ കൂട്ടി ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ട് അവരെ കൂടെ നടന്നിട്ട് ഈ കൃഷി പഠിച്ചത് അവരെ കൂടെയാണ്. ഏകദേശം വാപ്പാവ് മരിച്ചിട്ട് ഏകദേശം ഇപ്പം 10-12 വർഷമായി. അത് പിന്നെ അവർ കംപ്ലീറ്റ് കൃഷിയായിരുന്നു. നെൽകൃഷി, വാഴകൃഷി, പിന്നെ തേങ്ങ, തെങ്ങ് കൃഷി, എല്ലാം കവുങ്ങ്, എല്ലാ കൃഷിയായിരുന്നു അവർക്കുള്ളത്. പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും ഫാമിലീസ്, ബാക്കിയുള്ളവർ ജ്യേഷ്ഠന്മാരുണ്ട്, അവരൊന്നും കൃഷിയില്ല. അവർ ഒരാൾ SI ആയിരുന്നു, ഒരാൾ ഗൾഫിലായിരുന്നു. അപ്പം വാപ്പയുടെ ഫാദറിന്റെ ഇതിലാണ് ഞങ്ങള് ഈ കൃഷിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പൊ ഇതിലേക്കൊക്കെ എന്തെല്ലാം തരം വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഈ ഇതിനു വേണ്ടി കൃഷിക്ക്? ഓക്കെ, വളങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് വളങ്ങൾ നമ്മൾ ചേർക്കണം. നമ്മൾ എത്രത്തോളം വളം ചേർക്കുന്നോ അത്രത്തോളം അതിന്റെ എഫക്ട് നമുക്ക്, ഇതിന്റെ ഫലം നമ്മൾ കിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ വാഴ വെച്ചത് തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് നമ്മൾ വാഴ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ രാസവളം ഉപയോഗിച്ചിരുന്നു. പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ജൈവവളമാണ്. ഇപ്പൊ നമ്മൾ അടുത്ത് തന്നെ, നമ്മൾ വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ ജലീൽ എന്ന് പറയുന്ന ഒരു പശുക്കൾ വളർത്തുന്ന ഒരു ക്ഷീര കർഷകരുണ്ട്. അവരുടെ വീടും അടുത്ത് തന്നെയാണ്. അപ്പൊ അവർ പശുക്കൾ കഴിക്കുകയാണെങ്കിൽ ചാണകവെള്ളം, മൂത്രവെള്ളം വരുന്നുണ്ട്. അത് തന്നെ നമ്മൾ എടുത്തിട്ട് കൊണ്ടുപോയി പാറും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ കാണിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സ്മെല്ലാണ്, അത് എടുത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഒരു ഇതൊന്നും ഇല്ലാതെ, ഏത് മനപ്രയാസം ഇല്ലാതെ നമ്മൾ മുക്കി കൊണ്ടുവരും. അത് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇതിൽ കൂടുതലുള്ളത് രാസവളത്തിൽ കൂടുതലുള്ളത് ഞാൻ ജൈവവളം ഉപയോഗിച്ചത്, ഇതൊരു ഉപയോഗിച്ചത്. ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന എന്താണ്, ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രാസവളം കുറച്ചിട്ട് ജൈവവളമായിട്ട്. കാരണം ഇന്നത്തെ ജനറേഷൻ നമുക്ക് എന്താ, നമ്മൾ ഒരു വിഷമില്ലാത്ത സാധനം ഉപയോഗിക്കാൻ പറ്റും. എന്റെ കൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നു. നമ്മൾ രാസവളം ഉപയോഗിക്കാതെ ജൈവവളം ഉപയോഗിച്ചിട്ട് ഉള്ള. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കൃഷി ചെയ്യുന്നത് ആദ്യം എന്റെ സ്വന്തം മക്കൾക്ക് കൊടുക്കാന്നുള്ള രൂപം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കാന്ന്. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുണ്ടാക്കി കാണിക്കുന്നു, നെല്ലായാലും വാഴയായാലും ആദ്യം ഞങ്ങളെ വീട്ടിലേക്ക്, ആ വീട്ടിലത്തെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എത്രത്തോളം നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നോ അത്രത്തോളം ഇൻപുട്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ആ ഏട്ടനും നിങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നത്? പുറത്തുനിന്ന് ആരും ഹെൽപ്പിങ്ങിനൊന്നും വരുന്നില്ല? പുറത്തുനിന്ന് ഒരു കുട്ടിയുള്ളൂ. ഇപ്പൊ ഈ കൃഷി നിങ്ങൾ കാണുന്ന, ഈ വാഴ കൃഷി കാണുന്നുണ്ടല്ലോ, ഇതിൽ ഇന്ന് വരെയായിട്ട് ഒരു വർക്കറെ വിളിച്ചിട്ടില്ല. സ്വന്തം കൈക്കോട്ട് എടുത്ത് ഞാൻ സ്വന്തം ചെയ്ത് പണിയാണ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഞാൻ നാളെ ഹജ്ജിന് പോകുന്നതുകൊണ്ട് വർക്ക് ലോഡായതുകൊണ്ട് ആകെ 2 ആളെ പണിക്കാൻ വിളിച്ചു, ആകെ ആയിട്ട്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണെങ്കിൽ മൊത്തം നമ്മൾ വർക്കർ വിളിച്ച് ചെയ്യുന്നല്ലേ, ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. ഞങ്ങൾ ജ്യേഷ്ഠ ഞങ്ങളായാലും ആദ്യം ഞങ്ങൾ സ്വന്തം ചെയ്യും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ലോഡ് വരാണെങ്കിൽ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുള്ളൂ.
പക്ഷെ ഇപ്പൊ വിളിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഹിന്ദിക്കാരാണ്. ഞങ്ങൾക്ക് പെർമനന്റ് ആൾക്കാരുണ്ട്, ഒരു 5-6 ഹിന്ദിക്കാർ ഞങ്ങളുണ്ട്. ഞങ്ങൾ പെർമനന്റ് പണിക്കാരാണ്. അപ്പൊ നെൽകൃഷി ഉണ്ടാവുമ്പോൾ അവരെ ഉപയോഗിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഫറോക്കില് 1 ഏക്കർ വാഴ അവിടെ ഉണ്ട്. പിന്നെ സിയാങ്കണ്ടം ഏകദേശം ഒരു 1/2 ഏക്കർ വാഴ അവിടെ ഉണ്ട്. അപ്പം എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഞങ്ങൾ 90% ഞങ്ങൾ സ്വന്തം ചെയ്യാണ്. അതിന്റെ കൂടെ ഒരു 10% മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പത്തെ കാലാവസ്ഥയൊക്കെ അതിന് നല്ല അനുകൂലമായിട്ട് തന്നെയാണോ? ചില സമയത്ത്, കാരണം അനുകൂലം എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി. ഞാൻ കർണാടക കൃഷി ഉണ്ട്, എനിക്ക് കർണാടക കൃഷിയുണ്ട്, ഇഞ്ചി കൃഷി ഉണ്ട് അവിടെ, ഗൂഡല്ലൂർ അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് കാലാവസ്ഥ നിരക്കാണെങ്കിൽ ഇവിടെ അനുകൂലമല്ല. കാരണം സമയത്ത് നമുക്ക് വെള്ളം കിട്ടൂല. കർണാടക അപേക്ഷിച്ച് പൊതുവെ കുറവാണ്. പിന്നെ അവിടെ ആണെങ്കിൽ നമുക്ക് കറണ്ട് ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്. ഇവിടെ നമ്മൾ മൊത്തം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം. ഇപ്പൊ വെള്ളമാണെങ്കിൽ നമ്മൾ കറണ്ട് ആണെങ്കിൽ ബില്ല് ഡബിള് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ അനുകൂലമല്ല. അനുകൂലം പറഞ്ഞാൽ അനുകൂലം തന്നെയാണ്, എല്ലാം രണ്ടും കൂടി ഉണ്ട്. കാരണം നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ ചെയ്യാം. അവരിപ്പോ വെള്ളം വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം അത് ചെയ്യണം. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റ് പോയിക്കാണെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നമ്മുടെ ഇതുണ്ടല്ലോ, കർഷകരുടെ ഓഫീസ് ഇവിടെ ഉണ്ടല്ലോ, കൃഷിഭവനൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം വേണമെന്നുള്ളത് അവർക്ക് നമ്മൾ ഇതുണ്ടല്ലോ, ഏത് കൃഷി ഇപ്പൊ നമ്മള് കറണ്ട് ഫ്രീ അതും നമ്മളെ കേരള സർക്കാർ തരാത്തതുകൊണ്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് പറയാൻ കാരണം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് നമ്മൾ ചെയ്യാണ്, അല്ല പുറത്തല്ല. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊടുക്കാൻ കൺസെപ്റ്റ് മാത്രമേ ഉൾപ്പെടുന്നത്. അപ്പോ ഗവൺമെന്റിന്റെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഹെൽപ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഹെൽപ്പ് കിട്ടുന്ന പറയുകയാണെങ്കിൽ നമ്മളൊരു കൃഷി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിന് വേണ്ട വളം കാര്യങ്ങളുണ്ട്, നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരിക. അതിന്റെ ബില്ല് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവരതിന്റെ ക്യാഷ് തരും നമുക്ക്. പക്ഷെ അതിന്റെ പെർസെന്റേജ് ഉണ്ട്, നമ്മൾ വാങ്ങിക്കുന്ന അത് കിട്ടൂല. നമ്മൾ ഏരിയ അനുസരിച്ച് നമ്മൾ എത്ര സെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് അവർക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ വളത്തിന്റെ ക്യാഷ് അവർ തരുന്നുണ്ട്. പ്ലസ് അതിന് കൂടെ തന്നെ ലേബർ ചാർജ്, നമ്മൾ വർക്കർ ചെയ്യുന്ന ലേബർ ചാർജ്. അപ്പൊ ഒരു ഇത്ര സ്ഥലത്ത് ഇത്ര കൃഷിക്ക് ഇത്ര ക്യാഷ് വേണമെന്നുള്ള അതനുസരിച്ച് നമ്മൾ എത്ര കൂടെ ഉണ്ടാക്കിയാണെങ്കിലും അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, അത് മാത്രമേ അവർ തരുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളം ഇല്ല എന്ന് പറയാനില്ല, കേരള സർക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കർഷകർക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്തായാലും നമ്മുടെ കുട്ടികൾ അതിലേക്ക് ഇറങ്ങുന്നില്ല, ചെയ്യുന്നില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളം എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് അതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ആൾക്കാർ കുറവാണ്. പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്ന യുവതലമുറകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഇവരോട് പറയാനുള്ളത്, നമ്മളെ ഈ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മളെ പാപ്പായാലും ഉമ്മായാലും അവർ അന്ന് ചെയ്ത കർഷകരായിരുന്നു, അവർ തുറന്നു വന്നതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഏകദേശം സ്ഥലമൊക്കെ ഇപ്പം ആൾക്കാർ ജനറേഷൻ വളരുന്നു, പക്ഷെ സ്ഥലം വളരുന്നില്ല, സ്ഥലം കുറഞ്ഞു വരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം മണ്ണിട്ട് പോവാണ്, കാരണം വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ ജനറേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇവർക്ക് ഇതിലേക്ക് താല്പര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അവർക്ക് മൊബൈൽ അഡിഷൻ, ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് അവർക്ക് ഇത് നോക്കാൻ സമയമുള്ളൂ, ഈ കൃഷി നോക്കാൻ സമയമില്ല. അപ്പം ഇന്നത്തെ കാലത്ത് ഏകദേശം 75% കുട്ടികൾ ജനറേഷനും കൃഷിയോട് താല്പര്യമില്ല. അപ്പം നമ്മുടെ ഇതുപോലത്തെ ഇപ്പൊ ഏകദേശം ഞാൻ തന്നെ നിൽക്കുന്നത്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, കൃഷിന് ആവശ്യമില്ല, നമുക്ക് എന്താണ് വളമില്ലാത്ത വിഷമില്ലാത്ത ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് ജനറേഷൻ വരണം, അവർ ചെയ്യണം, അന്നേലെ മുന്നോട്ടുള്ള ലൈഫ് അവർക്കെല്ലാം മുന്നോട്ട് നമ്മൾ വരുന്ന കുട്ടികൾക്കുള്ള ഒരു ആവുള്ളൂ. ഇതിങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ അവസാനം ഈ കൃഷി തന്നെ കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ മറ്റു സ്റ്റേറ്റ് ഇപ്പം തന്നെ നമ്മൾ തമിഴ്നാടിനെ ആകർഷിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ചില ചാനൽ നമ്മൾ കണ്ടു, തമിഴ്നാട് തന്നെ ഈ ഭക്ഷണം ഉപയോഗിക്കരുത്, ഇത് വിഷമുള്ളത് അവർ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതേ സ്ഥിതി വരുന്നപ്പോ കൂടുതൽ ക്യാൻസർ എവിടെ ഉള്ളത്, നമ്മളെ മലബാർ ഉള്ളത് കൂടുതലുള്ളത്. കാരണം ഇത് തന്നെയാണ്. കാരണം തമിഴ്നാട്ടില് കൃഷി ചെയ്യുന്നത് അതുപോലുള്ള മരുന്നുകൾ അടിച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന നിങ്ങൾക്ക് നിൽക്കുന്ന ഇതിൽ തന്നെ ഒരു ചുരുങ്ങിയത് 10% രാസവളം ഉണ്ടാവുള്ളൂ, ബാക്കി 90% ജൈവവളമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷെ പുറത്ത് വരുന്നത് 90% വിഷമായിട്ട് ഒരു 10% അതന്നെ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഭക്ഷണമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള അസുഖങ്ങൾ കൂടുന്നു, ക്യാൻസർ കൂടും, എല്ലാം കൂടും. അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ ഇന്നത്തെ ജനറേഷന് താല്പര്യം കുറവാണ്. അത് നമ്മൾ ഇവരെ വിളിച്ച് അവരെ കൂട്ടിപ്പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. സൈന്യത്തിൽ സേവനം ചെയ്ത് പിന്നീട് കർഷകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിനെ പോലുള്ളവർ നമുക്ക് പ്രചോദനമാണ്.
നമ്മുടെ ഈ രാജ്യത്തിനെയും മണ്ണിനെയും ഒരുപോലെ സ്നേഹിച്ച ഈ പട്ടാളക്കാരനോട് നമുക്ക് നന്ദി പറയാം. ഈ ഇൻസ്പിറേഷണൽ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.